Hi everyone, this is me, Casac Benjali. ഒരിക്കൽ കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നെഗറ്റിവിറ്റി റിമൂവൽ എക്സസൈസിനെ കുറിച്ചാണ്. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല, ലൈഫിൽ പലപ്പോഴും പരാജയമാണ്, നിരന്തര സങ്കടം നേരിട്ടുകൊണ്ടിരിക്കുന്നു, പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പരാതി പറയുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ബട്ട് ദേ ഡോണ്ട് നോ ഹൗ ടു റിമൂവ് ദെയർ നെഗറ്റിവിറ്റി. ലൈഫിൽ ഉണ്ടായിരിക്കുന്ന പലതരത്തിലുള്ള നെഗറ്റിവിറ്റീസ് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഈ കോഴ്സ് പോലെ തന്നെ ഇത് നെഗറ്റിവിറ്റി റിമൂവൽ പോലുള്ള പലതരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിന് ഡ്രാമാറ്റിക്കലായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന 32 ദിവസം നീണ്ടു നിൽക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് വളരെ എഫക്റ്റീവ് ആയിട്ടൊരു കോഴ്സായിട്ട് തന്നെ പ്രാക്ടിക്കൽ എക്സസൈസുകളോടുകൂടി നടത്തുന്നുണ്ട്. ആ കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നു. അതോടൊപ്പം നമ്മുടെ എക്സസൈസിലേക്ക് കടക്കുമ്പോൾ ഹൗ ടു റിമൂവ് അവർ നെഗറ്റിവിറ്റി. ഇതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കുറച്ച് പേപ്പർ എടുക്കുക എന്നുള്ളതാണ്. A4 പേപ്പർ നിങ്ങൾ എടുക്കുക. A4 പേപ്പർ എടുക്കുക, ഒരു പെൻസിലും എടുക്കുക. എന്നിട്ട് നിങ്ങളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ശാന്തമായൊരു സ്ഥലത്ത് ഇരിക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഡാറ്റ ഡിസ്കണക്ട് ചെയ്യുകയോ കോള് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ സൈലൻ്റ് ആക്കി കുറച്ച് ദൂരെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ശാന്തമായൊരു സ്ഥലത്തിരിക്കുക. ഇരുന്നതിന് ശേഷം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ നിങ്ങളുടെ മനസ്സിനകത്ത് കടന്നു വന്ന നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ, നിങ്ങളെ സങ്കടപ്പെടുത്തിയ കാര്യങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിനകത്ത് ഇന്നും ഒരു നോവായി നിൽക്കുന്ന എല്ലാ അനുഭവങ്ങളും, അത് കുട്ടിക്കാലം മുതലുള്ള എല്ലാ അനുഭവങ്ങളും, അതൊരു വ്യക്തിയിൽ നിന്നുള്ളതാവാം, പാരൻസിൽ നിന്നുള്ളതാവാം, ടീച്ചേഴ്സിൽ നിന്നുള്ളതാവാം, കൂട്ടുകാരിൽ നിന്നുള്ളതാവാം, ജോലി സ്ഥലത്ത് നിന്നുള്ളതാവാം, അങ്ങനെ എവിടെ നിന്നോ ഏത് വ്യക്തിയിൽ നിന്നോ ആകാം. അതോടൊപ്പം തന്നെ നമ്മൾ സ്വന്തം ചെയ്ത അബദ്ധങ്ങൾ, തെറ്റുകൾ, നമ്മൾ തന്നെ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് പിന്നീട് റിഗ്രറ്റ് തോന്നാറുണ്ട്, സങ്കടമായി തോന്നാറുണ്ട്, വിഷമമായി തോന്നാറുണ്ട്. അതുമാവാം. അങ്ങനെ നമുക്ക് തന്നെ സങ്കടമായി തോന്നിയ കാര്യങ്ങൾ, നമ്മുടെ ഭാഗത്തു നിന്ന് പറ്റിയ തെറ്റാണെന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എഴുതുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എഴുതി വെക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന പലതരത്തിലുള്ള നിങ്ങളെ വിഷമിപ്പിച്ച് ഭയപ്പെടുത്തി സങ്കടപ്പെടുത്തി പല ഇൻസിഡൻറ്റുകൾ. അതുപോലെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും മരണമാകാം, ഏതെങ്കിലും ആക്സിഡൻറ്റിന് ഇരയാകേണ്ടി വന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് കാണേണ്ടി വന്നതാകാം, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ആരെങ്കിലും പേടിപ്പിച്ചതാകാം. ഇങ്ങനെ ഏത് തരത്തിലുള്ള നിങ്ങൾക്ക് സന്തോഷം തരുന്നതല്ലാത്ത, നിങ്ങൾക്ക് എനർജി തരുന്നതല്ലാത്ത, നിങ്ങളുടെ ഉള്ളിൽ പ്ലസന്റ്നെസ് ഫീൽ ചെയ്യാത്ത എല്ലാ ഓർമ്മകളും ഓരോന്നായിട്ട് കുറച്ചധികം സമയമെടുത്ത് ഓർത്തെടുത്തിട്ട് നിങ്ങൾ പേപ്പറിൽ പെൻസിൽ കൊണ്ട് നമ്പർ ഇട്ടിട്ട് എഴുതണം. ഇത് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തീർന്നില്ലെന്ന് വരാം. മാക്സിമം സമയം എടുക്കണം, ഓരോന്ന് ഓർത്തെടുക്കണം. ഓരോ കാലഘട്ടത്തെക്കുറിച്ചും സെപ്പറേറ്റ് ആയിട്ട് ഓർത്തെടുക്കണം. സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ച്, കോളേജ് കാലഘട്ടത്തെക്കുറിച്ച്, ബാല്യകാലത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, കൂട്ടുകാർക്കിടയിലുണ്ടായ ലൈഫ്, ജോലിക്കിടയിലുണ്ടായ ലൈഫ്, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ലൈഫ്, ഇങ്ങനെ ഓരോന്നും നിങ്ങൾ ഓർത്തെടുത്ത് ഓരോ സങ്കടങ്ങളുടെയും ഓർമ്മകൾ എടുക്കുക. ചിലപ്പോൾ 2-3 മണിക്കൂർ എടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരു ദിവസം മുഴുവൻ എടുത്തിട്ടാണ് നിങ്ങൾ ഫില്ല് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ലിസ്റ്റിൽ എല്ലാ നെഗറ്റിവിറ്റിയും അടങ്ങിയിരിക്കണം. ഓക്കെ, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു നെഗറ്റിവിറ്റി റിമൂവലാണ് നമ്മൾ ഈ എക്സസൈസിലൂടെ ചെയ്യാൻ പോകുന്നത്. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലിസ്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ ശാന്തമായൊരു സ്ഥലത്ത് വീണ്ടും ഇരിക്കണം. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ചിലപ്പോൾ 2 മണിക്കൂർ വരെ സമയം ഇതിനു വേണ്ടി നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാവണം. കാരണം നിങ്ങളുടെ മനസ്സിനകത്ത് ഇത്രയും കാലം നിങ്ങളെ തടസ്സപ്പെടുത്തിയ, ഇത്രയും കാലം നിങ്ങളെ വിഷമിപ്പിച്ച, ഇത്രയും കാലം നിങ്ങളെ പരാജയത്തിലേക്ക് തള്ളിവിട്ട, നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ടിരുന്ന നെഗറ്റിവിറ്റിയാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി 1-2 മണിക്കൂർ നിങ്ങൾ മൊബൈൽ ഫോണെല്ലാം മാറ്റി വെച്ച് നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങളുടെ ലൈഫിലാണ് ഇതിലൂടെ ബെനിഫിറ്റ് ആകാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫിലാണ് ഇതിലൂടെ ഗുണപ്പെടാൻ പോകുന്നത്, മെച്ചപ്പെടാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫിലാണ് ഇതിലൂടെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. So you have to sit for yourself, not for someone else. The entire benefit is going to get into your life, not for someone else's life. Are you ready? അപ്പോൾ നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക. എന്നിട്ട് ആദ്യം എഴുതിയിരിക്കുന്ന ആ ഒരു ഇൻസിഡൻറ്റ്, അത് വ്യക്തിയിൽ നിന്നുള്ളതാകാം അല്ലെങ്കിൽ ഏതുമാകാം, അത് നിങ്ങൾ ഫീലോട് കൂടിയിട്ട് അതൊന്ന് വായിക്കുക. ഇത് വായിച്ചതിന് ശേഷം കണ്ണടയ്ക്കുക. നിങ്ങളുടെ ഓർമ്മയിലുള്ള ആ ഇൻസിഡൻറ്റിന് എന്ത് ചെയ്യുക, ഒന്ന് ഇമോഷണലൈസ് ചെയ്യുക. അതായത് ആ ഓർമ്മകളിലേക്ക് നിങ്ങൾ ഊളിയിട്ട് ഇറങ്ങുക.
അപ്പോൾ പലരും വരും, അയ്യോ സങ്കടപ്പെട്ട സാധനമല്ലേ, അതിലേക്ക് പോകുമ്പോൾ വീണ്ടും വിഷമം വരും. വിഷമം വരണം, ആ മൊമെൻറ്റിൽ നിങ്ങൾക്ക് വിഷമം വരണം. കാരണം ഒരു മരത്തെ വേരടക്കം പിഴുതെടുക്കണമെങ്കിൽ നമ്മൾ മണ്ണൊന്ന് കുതിർത്ത് അല്ലെങ്കിൽ മണ്ണൊന്ന് ഇളക്കിയിട്ട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ, എന്നാൽ അത് വേരോടുകൂടി പോരുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ ഇൻസിഡൻറ്റിലേക്ക് സമ്പൂർണ്ണമായിട്ടും ഒന്ന് വായിച്ചതിന് ശേഷം കണ്ണടച്ചിട്ട് ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഒരു 30 സെക്കൻഡ്, 1 മിനിറ്റ്, 2 മിനിറ്റോ ആഴത്തിലൊന്ന് ചിന്തിക്കുക, ആഴത്തിലൊന്ന് ആ ഇൻസിഡൻറ്റിനെ ഓർത്തെടുക്കുക. അന്ന് ചിലപ്പോൾ സങ്കടം വന്നിട്ടുണ്ടാവാം നിങ്ങൾക്ക്, ഇന്നും ആ സങ്കടം വരണം. അന്ന് ദേഷ്യമാണ് വന്നതെങ്കിൽ ഇന്ന് ആ ദേഷ്യം വരണം. അന്ന് പേടിയാണ് വന്നതെങ്കിൽ ഇന്ന് ആ പേടി വരണം. അന്ന് സങ്കടം വന്നത് എത്ര ലെവലാണോ അത്ര തന്നെ സങ്കടം വരത്തക്ക രീതിയിൽ ഇമോഷണലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ അതിൽ നിന്ന് ആ വിഷമിക്കുന്ന ഫീലോടുകൂടി വന്നതിന് ശേഷം നിങ്ങൾ അവിടുന്ന് മനസ്സിൽ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം എന്നെ വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തിയ ആ സാധനം, ആ ഓർമ്മയെ ഞാനിത് എന്നേക്കുമായിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് ഞാനിതാ മായ്ച്ചു കളയാൻ പോകുന്നു, എൻ്റെ ഓർമ്മയിൽ നിന്ന് തന്നെ മായ്ച്ചു കളയാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഈ പെൻസിലിൻ്റെ കൂടെ തന്നെയുള്ള റബ്ബർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറൊരു എറൈസർ നിങ്ങൾ കയ്യിൽ കരുതി വെക്കുക, സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് ആ എറൈസർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അത് മായ്ച്ചു കളയണം. ആ പേപ്പറിൽ ആ ഒരു പോയിന്റ്, ഇമോഷണലൈസ് ചെയ്ത പോയിന്റ് മായ്ച്ചു കളയുക. പക്ഷെ മായ്ച്ചു കളയുന്ന സമയത്ത്, എറേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കണം, ഇത് പേപ്പറിൽ നിന്നല്ല മായ്ച്ചു കളയുന്നത്, എൻ്റെ മനസ്സിൽ നിന്നാണ്, എൻ്റെ ഓർമ്മയിൽ നിന്ന് തന്നെ മായ്ച്ചു കളയുന്നു എന്ന് ഫീൽ ചെയ്തിട്ട് വേണം മായ്ച്ചു കളയാൻ. ഇങ്ങനെ ഓരോ ആക്ടിവിറ്റിയും ആവർത്തിച്ച് ചെയ്യുക. ചിലപ്പം നിങ്ങൾ എഴുതിയ ആക്ടിവിറ്റിക്ക് അനുസരിച്ച്, അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് അത്ര സമയം ഇരിക്കേണ്ടി വരുമോ അത്രയും സമയം ഇരിക്കണം. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു എക്സസൈസാണ്. അങ്ങനെ എഴുതി വെച്ച ഓരോ നെഗറ്റിവിറ്റിയും പൂർണ്ണമായിട്ടും ഫീൽ ചെയ്ത് മായ്ച്ച് കളഞ്ഞതിന് ശേഷം നിങ്ങൾ ആ പേപ്പർ എടുക്കുക. ആ നെഗറ്റിവിറ്റിയുടെ പ്രതലമാണത്, നെഗറ്റിവിറ്റി എഴുതി വെച്ച പ്രതലമാണത്, മായ്ച്ച് കളഞ്ഞെങ്കിൽ പോലും. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ആ പേപ്പർ എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വിഷമങ്ങളുണ്ടാക്കിയ, സങ്കടങ്ങളുണ്ടാക്കി, എന്നെ ഭയപ്പെടുത്തിയ ആ നെഗറ്റിവിറ്റി മുഴുവനും ഞാനിതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പിച്ച് ചീന്തി കളയുന്നു എന്ന് ഫീൽ ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ ആ പേപ്പറിനെ പൂർണ്ണമായിട്ടും ചെറിയ ചെറിയ പീസാക്കിയിട്ട് പിച്ച് ചീന്തുക, ചെറിയ പീസാക്കി മുറിച്ച് കളയുക. പക്ഷേ അതിന് വലിച്ചെറിയരുത്. ആ ചെറിയ ഓരോ പീസും നിങ്ങൾ എടുക്കണം. ഒരു ബൗളിലോ അല്ലെങ്കിൽ ഒരു കപ്പിലോ എടുത്തതിന് ശേഷം നിങ്ങൾ ഒരു ഓപ്പൺ പ്രതലത്തിൽ, കാറ്റിന് പാറിപ്പോകാത്ത രീതിയിലൊരു ഓപ്പൺ പ്രതലത്തിൽ പോയിട്ട് കുറച്ച് മണ്ണെണ്ണയോ അല്ലെങ്കിൽ ഇഗ്നൈറ്റ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ലിക്വിഡ് ഉപയോഗിച്ചിട്ട് അത് കത്തിക്കണം. പക്ഷേ കത്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ ചാരം കോരിയെടുക്കാൻ പറ്റുന്ന രീതിയിലൊരു സ്ഥലത്ത് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ കത്തിക്കാൻ പാടുള്ളൂ. അങ്ങനെ പക്ഷെ കത്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫീൽ ചെയ്യണം, എൻ്റെ ജീവിതത്തിൽ എന്നെ സങ്കടപ്പെടുത്തിയ, എന്നെ വിഷമിപ്പിച്ച, എന്നെ നിരാശപ്പെടുത്തിയ, എൻ്റെ എനർജി കളഞ്ഞ, ആ അപകടം പിടിച്ച ഏറ്റവും വലിയ നെഗറ്റിവിറ്റീസാണ് ഞാനിത് കത്തിച്ച് കളഞ്ഞ് ചാരമാക്കാൻ പോകുന്നത് എന്ന് ഫീൽ ചെയ്തിട്ട് വേണം നിങ്ങൾ അതിന് തീ കൊടുക്കാൻ. പക്ഷെ തീ കത്തുന്ന സമയത്ത് അതിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കണം. എന്നിട്ട് ഫീൽ ചെയ്യണം, ഇത് പേപ്പറല്ല കത്തുന്നത്, എൻ്റെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയാണ് കത്തി 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 ചാരമായി തീരുന്നത്. അങ്ങനെ അത് മുഴുവൻ ചാരമാകുന്നത് വരെ നോക്കി നിൽക്കുക. ഓരോ പീസും ചാരമാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീ ശരിക്കും കത്തിച്ചിട്ട് അതിനെ ചാരമാക്കുക. ചാരമായതിനു ശേഷം നിങ്ങൾ ആ ചാരം പൂർണ്ണമായിട്ടും ഒരു കപ്പിലേക്ക് എടുക്കുക. കപ്പിലേക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ കപ്പിലേക്ക് ആ ചാരം ഇട്ട് കൊണ്ടുപോയതിന് ശേഷം നിങ്ങൾ വാഷ് ബേസിനിലേക്ക് കൊണ്ടുപോകുക. ആ വാഷ് ബേസിനിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഇതാ ഞാൻ എൻ്റെ മനസ്സിലുള്ള നെഗറ്റിവിറ്റി മായ്ച്ച് കളഞ്ഞ് അതിനെ പീസാക്കി, അതിനെ കത്തിച്ച് കളഞ്ഞ് ചാരമാക്കി, ആ ചാരത്തെ ഇതാ വെള്ളത്തിൽ ലയിപ്പിച്ച് ഞാൻ ഇല്ലാതാക്കി കളയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കപ്പിലേക്ക്, വാഷ് ബേസിൽ നിന്ന് വെള്ളമൊഴിച്ച് അതിനെ ആ ലായനിയിൽ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം നിങ്ങൾ വാഷ് ബേസിനിലേക്ക് ഒഴിച്ച് കളയണം. പക്ഷെ ഒഴിച്ച് കളയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഫീൽ ചെയ്യണം, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായ എല്ലാ നെഗറ്റിവിറ്റിയും ഇതാ ഞാൻ മായ്ച്ച് കളഞ്ഞ് പീസാക്കി, കരിച്ച് കത്തിച്ച് കളഞ്ഞ് ചാരമാക്കി, ആ ചാരം വെള്ളത്തിൽ ലയിപ്പിച്ച് ഞാനിതാ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇതിനെ ഞാൻ ഒഴുക്കി കളയുന്നു എന്ന് ഫീൽ ചെയ്തുകൊണ്ട് വാഷ് ബേസിനിൽ ഒഴിച്ച് കളയും. നമ്മുടെ നെഗറ്റിവിറ്റിയുടെ പലതരത്തിലുള്ള ലെയറുകളെ പല രീതിയിൽ നമ്മൾ ഇമോഷണലൈസ് ചെയ്ത് എന്നേക്കുമായിട്ട് അതിനെ ലയിപ്പിച്ചില്ലാണ്ടാക്കി കഴിഞ്ഞു. വീണ്ടും ഈ എക്സസൈസ് നിങ്ങൾ ഒരു തവണയാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനകത്തുള്ള നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള നെഗറ്റിവിറ്റീസ് റിമൂവ് ചെയ്ത് കളയാൻ ഈ എക്സസൈസിലൂടെ പറ്റും. ഒരു തവണ എഴുതി വെച്ച എക്സസൈസ് ഒരു കോപ്പി എടുത്തിട്ട് അത് തന്നെ ആവർത്തിച്ച് എഴുതിയാൽ മതി.
രണ്ടാമത്തെ ദിവസം ചെയ്യുമ്പോൾ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട്, കാരണം അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ, ഇതുപോലെയുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് നിങ്ങളെ ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ, ഇതുവരെ ജീവിതത്തിൽ പല പ്രയാസങ്ങളിലും പരാജയങ്ങളിലും പെട്ട് ഇഷ്ടപ്പെടാത്ത ജോലി, ഇഷ്ടപ്പെടാത്ത വരുമാനം, ഇഷ്ടപ്പെടാത്ത രീതികൾ, ഇഷ്ടപ്പെടാത്ത ജീവിതം, ആഗ്രഹിച്ചൊന്നും സ്വന്തമാക്കാൻ പറ്റാതെ പതറി പരാജയപ്പെട്ടുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, അവിടെ നിന്ന് പുറത്തു കടന്ന് സക്സസ്ഫുള്ളായിട്ടുള്ള സന്തോഷം നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളെ സഹായിക്കാനുള്ള കോഴ്സാണ് 32 ദിവസം നീണ്ടു നിൽക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടിക്കൽ കോഴ്സ്. ഇപ്പോൾ നിങ്ങൾ കേട്ടതുപോലെയുള്ള 100 കണക്കിന് പ്രാക്ടിക്കലായിട്ടുള്ള എക്സസൈസിലൂടെ നമ്മുടെ മനസ്സിനകത്തുള്ള നെഗറ്റിവിറ്റി ഓരോന്നും എടുത്തു കളഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന ഗോൾ ഫിക്സ് ചെയ്ത് അതിനെ അതിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ എത്ര വലിയ ഗോളാണെങ്കിലും അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ് 32 ദിവസം നീണ്ടു നിൽക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ്. ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്. കടങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം എത്ര ജോലി ചെയ്തിട്ടും ബിസിനസ് ചെയ്തിട്ടും സാമ്പത്തികമായി ഫ്രീഡം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആഗ്രഹിച്ച വീട് വെക്കാൻ പറ്റുന്നില്ല, ആഗ്രഹിച്ച കാറ് വാങ്ങാൻ പറ്റുന്നില്ല, ആഗ്രഹിച്ച യാത്ര പോകാൻ പറ്റുന്നില്ല, ആഗ്രഹിച്ചതൊന്നും സാമ്പത്തിക തടസ്സം കാരണം പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന, ആഗ്രഹിക്കുന്ന അത്രയും സമ്പത്ത് നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഹൈലി പവർഫുള്ളായിട്ടുള്ള കോഴ്സാണ് ഞങ്ങളുടെ 32 ദിവസം നീണ്ടു നിൽക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് പണത്തെ ആകർഷിക്കുന്ന വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്ന മണി വൈബ്രേഷൻ കോഴ്സ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് സമ്പൂർണ്ണമായി ഇല്ലാതാക്കി നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണത്തെ ആകർഷിക്കുന്ന ഹൈലി പവർഫുള്ളായിട്ടുള്ള കോഴ്സാണ് വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ്. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതും പ്രാക്ടിക്കൽ കോഴ്സാണ്. പലതരത്തിലുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് ആണെങ്കിലും വെൽത്ത് മാസ്റ്ററി കോഴ്സ് ആണെങ്കിലും കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ടെക്നിക്കുകൾ മാത്രമേ ഉള്ളൂ, തിയറി ഇല്ല. പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാമിലേക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ കസാക് ബെഞ്ചാലി. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പുതിയ നോട്ടിഫിക്കേഷൻ വീഡിയോസും വരികയുള്ളൂ. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് നന്ദി.